കോങ്ങാടും മലമ്പുഴയിലും ഒറ്റപ്പാലത്തും UDF BJP ഡീലെന്ന് CPM. ഒറ്റപ്പാലത്ത് മുൻ BJP സ്ഥാനാർത്ഥിക്ക് PK ശശി 50 ലക്ഷം നൽകിയെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. എറണാകുളത്തെ ഏജൻസി വഴിയാണ് ഡീൽ നടന്നത്. ഈ ഡീൽ ഒറ്റപ്പാലത്തെ നിലവിലെ BJP സ്ഥാനാർത്ഥി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും EN സുരേഷ് ബാബു ആരോപിച്ചു. നാമനിർദ്ദേശ പത്രികയിൽ കൃത്രിമം കാണിച്ചിട്ടില്ല എങ്കിൽ വെല്ലുവിളിക്ക് പകരം മാനനഷ്ടത്തിന് PK ശശി ശ്രമിക്കണമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. കോൺഗ്രസും BJPയും രഹസ്യ ബാന്ധവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കി വരുന്നത്. മലമ്പുഴയിലും കോങ്ങാടും അതിനുള്ളൊരു ശ്രമം BJPയും കോൺഗ്രസും നടത്തി വരുന്നുണ്ട്. ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥി BJPയുടെ ഒരു മുൻ സ്ഥാനാർത്ഥിക്ക് വലിയ തുക ഓഫർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. മുൻ സ്ഥാനാർത്ഥി വാഗ്ദാനം ചെയ്ത് ചെറിയ തുകയല്ല, 50 ലക്ഷമാണെന്നാണ് കേട്ടത്. എന്നാൽ ഇപ്പോൾ നിലവിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ അത് മനസ്സിലാക്കാനിടയായി എന്നുള്ളതും ഇപ്പോൾ ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഈ PK ശശി EN സുരേഷ് ബാബു ശത്രുത വലിയ തോതിൽ ഉണ്ടായത് ഈ ആരോപണ പ്രത്യാരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് പേരിൽ ചില കൃത്രിമം നടത്തിയെന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് CPMന്റെ ഘടകം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിപ്പോൾ അഴിമതി ആരോപണത്തിലേക്കടക്കം 50 ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഡീൽ ആരോപണങ്ങൾ പാലക്കാട് ജില്ലയിൽ പല മുന്നണികളും ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോഴിതാ CPM ഗുരുതരമായിട്ടുള്ള ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. മലമ്പുഴയിലും കോങ്ങാടും ഈ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിലൊരു ഡീലുണ്ട്. അതിനപ്പുറം ഇപ്പോൾ ഇതാ ഒറ്റപ്പാലത്തും UDF BJP ഡീലുണ്ട് എന്നുള്ളതാണ് CPM ഉയർത്തുന്നത്. നേരത്തെ CPM ബന്ധം ഉപേക്ഷിച്ച് ഇപ്പോൾ UDFന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ശശി ഒറ്റപ്പാലത്ത് BJPയുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. BJPക്ക് വേണ്ടി നേരത്തെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുമായാണ് PK ശശി ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 50 ലക്ഷം രൂപയുടെ ഡീലാണ്. എറണാകുളത്തെ ഒരു സ്വകാര്യ ഏജൻസി വഴിക്കാണ് ഈ ഡീലുകളെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് CPM കോട്ട എന്ന് പറയുന്ന മണ്ഡലമാണ് ഒറ്റപ്പാലത്ത്. ആ മണ്ഡലത്തിൽ CPMനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഡീലെല്ലാം UDFും BJPയും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം നിലവിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതും സുരേഷ് ബാബു പറയുന്നുണ്ട്. ഈ ഡീല് മലമ്പുഴയിലും കോങ്ങാടും നടക്കുന്നുണ്ട്. മലമ്പുഴയിൽ വളരെ ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നതിന് BJPക്ക് വോട്ടുകൾ മറിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിന് പ്രത്യുപകാരമായി കോങ്ങാട് BJP വോട്ടുകൾ കോൺഗ്രസിന് നൽകാനുള്ള ഒരു തീരുമാനവും ഡീലും BJPയും കോൺഗ്രസും തമ്മിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും CPM ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള EN സുരേഷ് ബാബു ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പാലക്കാട് ജില്ലയിൽ നിലവിൽ 10 സീറ്റുകൾ LDFന് സുരക്ഷിതമായി തന്നെ ഉണ്ട്. ഇത്തവണ ഒരു സീറ്റ് അധികമായി നേടുക എന്നല്ലാതെ ഈ ഡീലുകൾ കൊണ്ടൊന്നും ഒരു സീറ്റ് പോലും LDFന് നഷ്ടപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല എന്നും CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ